ടൺ 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 ഹലോ ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ ഇന്ന് അവതരിച്ചിരിക്കുകയാണ്. അതായത് മലയക്കോട്ടൻ ബാലയ്യ എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ. ആ ബാലയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം എൽ ജി പി പോലുള്ള ഡയറക്ടർ നമ്മുടെ ലാലേട്ടനും കൂടി ഒന്നിപ്പിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു എന്താ പറയുക, ചിന്തകൾക്ക് അപ്പുറത്തോട്ട് എന്തൊക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു പ്രതീക്ഷകൾ വാനോളമായിരുന്നു. ഓരോ പ്രഷറും കാണാൻ വേണ്ടിയിട്ട് ചിത്രം കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഓരോ വ്യക്തി വെച്ചത് അത് തന്നെയായിരിക്കും. കാരണം എൽ ജി പിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന് മുൻ ചിത്രങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നായകൻ, ആമൻ, അങ്കമാലി ഡയറീസ്, നാപ്പകൽ നേരത്ത് മായ്ക്കും, ചുഴലി തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ ആ എൽ ജി പിയുടെ എന്തെങ്കിലും ഡിഫറൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് എപ്പോഴും. അധികം പറയുണ്ടായി, ഞാൻ മറ്റുള്ള വ്യക്തികളെ സന്തോഷിപ്പിക്കാനോ അതുപോലെ തന്നെ വേറെ ഡിഫറൻ്റ് ആയിട്ടൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. എനിക്ക് എന്താണെങ്കിലും കൊണ്ടുവരാൻ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് എന്താണ് തോന്നുന്നത് ആ കാര്യമായിരിക്കും എപ്പോഴും ചിത്രം എടുക്കുക, അത് 100% അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ കണ്ടൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് പൂർണ്ണമായിട്ടും ഒരു എൽ ജി പി ചിത്രം തന്നെയായിരുന്നു. ഇതിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ മാറ്റി നിർത്തിയ ഒരു എൽ ജി പി ചിത്രം തന്നെയാണ്. കാരണം എൽ ജി പിയുടെ ഒരു ചിത്രം എങ്ങനെയാണ് അദ്ദേഹം മേക്കിംഗ് ചെയ്യുക, ആ രീതിയിൽ തന്നെയാണ് ഒരുക്കി വെച്ചത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം പലർക്കും പല അഭിപ്രായം തന്നെയായിരിക്കും. ആ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ അവതരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ബാലനായിട്ടാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിക്കുന്ന നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്. അദ്ദേഹത്തിൻ്റെ ബാലക്കോട്ടെ ബാലപ്പൻ എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ബാലനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇത് പൂർണ്ണമായിട്ടും ഒരു മല്ല യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ മല്ലന്മാരുടെ കഥയാണ് പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നത്. നമ്മൾ ട്രെയിനിൽ എന്താണ് സൂചിപ്പിച്ചത്, അങ്ങനത്തെ കുറച്ച് മല്ല യുദ്ധമായി എൻ്റെ ഇടയ്ക്ക് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള കുറച്ച് ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിന് ബാലപ്പൻ പ്രധാനമായി ഉദ്ദേശിച്ചത് അതായത് ഒറ്റയാനായിട്ടുള്ള വ്യക്തിയുടെ ജീവിതകഥ, ബാലബനിലൂടെ അല്ലെങ്കിൽ ബാലപ്പൻ്റെ ചരിത്രം എന്താണ് സംഭവിച്ചതെന്നാണ് പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് നോക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി ദൂരെ നിന്നും ഓടി വരുന്നുണ്ട്. അങ്ങനെ ഒരു കുതിരവണ്ടി കടന്നു വരും. കുതിരവണ്ടിയാണ് ഫ്രെയിമിലൂടെ കാണിച്ചു പോകുന്നത്. അവിടെ തന്നെ ഇതിൻ്റെ നമ്മുടെ ലിജോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ഡാഷിൻ്റെ രീതി തന്നെ കാണാൻ സാധിക്കും. ലോങ് ഷോട്ട് തൊട്ട് ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ പൊടിപടലങ്ങളും അല്ലെങ്കിൽ ആകാശത്തെ സീനാണെങ്കിലും അല്ലെങ്കിൽ കാളവണ്ടി പോലും അദ്ദേഹത്തിൻ്റെ രീതിയിൽ മെല്ലെ സ്ലോ ആയിട്ടാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അവിടെ നിന്നും നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോ സീൻ കാണിക്കുകയാണ്. അതായത് നമ്മുടെ ബാലനെ കുറിച്ച് പണ്ടത്തെ പോലെ തന്നെ പഴയൊരു എന്താ പറയുക, നമ്മൾ കല്ലുമ്മ എഴുതിച്ചിട്ട് എഴുത്താണി പോലെ എഴുതി വെച്ചിട്ട് സാധനം തുടങ്ങുന്നു. ബാലബൻ യുദ്ധത്തിൽ ജയിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വേറൊരു മല്ലം വരുന്ന ഒരു ചെറിയ ഫൈറ്റ് സീൻ നടക്കുന്നുണ്ട്. അതോടെ നമ്മൾ ലാലായിട്ട് ഇൻട്രോ കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ പണ്ട് നമ്മുടെ ടിനു പാപ്പച്ചൻ പറഞ്ഞ പോലെ തിയേറ്റർ കുലുങ്ങുന്ന കാര്യത്തിൽ വെച്ച് കുലുങ്ങിയൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻട്രോ സീൻ തന്നെയായിരുന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതായത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന സീന് വളരെ സ്ലോ ആയിട്ട് സിമ്പിളായിട്ട് എടുത്തു വെച്ചു കണ്ടപ്പോൾ ലാലേട്ടുണ്ടോ. അതിന് നമ്മുടെ ബാലുവിനെ പരിചയപ്പെടുത്തുന്നു. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ വ്യത്യസ്തമായ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കഥകൾ ഇങ്ങനെ കടന്നു പോവാണ്. കാരണം ഈ ബാലു എന്ന് പറയുമ്പോൾ പല ഭാഗത്തും മല്ലയുദ്ധത്തിന് പോകുന്ന ഒരു വ്യക്തിയാണ്. അവിടെ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഓരോ സ്ഥലത്ത് നീങ്ങി പോകുമ്പോൾ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് അറിയപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് പല കളർ ടോണിൽ. അത് തന്നെ വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. വ്യത്യസ്തമായ ലിജോ ഒരു കട്ട്സ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫ്രെയിംസിൻ്റെ കാര്യത്തിൽ പറയാച്ചെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നമ്മുടെ കഥാനായിക കടന്നു വരുന്നുണ്ട്. കഥാനായികയുടെ കുറച്ചുള്ള സീൻസും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ തന്നെ വില്ലനെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്നൊരു വ്യക്തിയാണ് കണ്ടപ്പോൾ തന്നെ ചെറിയ ഹിൻഡ് അവിടെ തരുന്നുണ്ട്. കാരണം അദ്ദേഹം ആയിരിക്കും ഇതിൽ ഹിൻഡായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു റീസൺ നമുക്ക് പറയുമ്പോൾ അതൊക്കെ കോമഡി ആയിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതൊക്കെ മുന്നോട്ട് പോകുന്നു. ഇത് മോഹൻലാലിനെ കൂടാതെ സോനാക്ഷി എന്ന് പറയുന്ന ഒരു നടിയാണ് നായികതന്ത്രം ചെയ്തിട്ടുള്ള സുചിത്ര നായർ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളി താരമുണ്ട്. ഹാരിഷ് പ്യാരടി എന്ന് പറഞ്ഞ നമ്മുടെ കന്നേരി സഹദേവൻ, നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കണ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയാം. അതിലും മന്ത്രി അവതരിപ്പിച്ച കഥാപാത്രം അദ്ദേഹം. അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നും വളരെ കുറച്ച് താരങ്ങൾ മാത്രമാണ് ഇതിലുള്ളൂ. ബാക്കി കന്യാഭാഷ താരങ്ങൾ തന്നെയാണ്. കാശി നോക്കിക്കഴിഞ്ഞാലും വളരെ കുറച്ച് താരങ്ങൾ മാത്രമേ ഇതിൽ ഉണ്ടായിട്ടുള്ളൂ. മലയാളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു മണികണ്ഠൻ, ആചാര്യ, അതുപോലെ തന്നെ രാജീവ് പിള്ള തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായി കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ബാക്കി കുറച്ച് പുതുമുഖ താരങ്ങളും അന്യഭാഷ താരങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ അധികം ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. കാരണം ഇതിൽ അവസാന ഭാഗത്തും അല്ലെങ്കിൽ ഇടയ്ക്കൊരു സംഭവം കടന്നു പോകുന്നുണ്ട്. ഒരു പറങ്കികളായിട്ടുള്ളൊരു ഫൈറ്റ് സീനും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറിയാണ്. അതായത് ബാലബൻ ഓരോ സ്ഥലത്തും യുദ്ധത്തിന് പോകുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിന് ഉണ്ടാകുന്ന കാരണങ്ങൾ, അല്ലെങ്കിൽ ഓരോരുത്തർ യുദ്ധത്തിന് വിളിക്കുന്നു, പിന്നീട് പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് ഒരു പറങ്കികളുമായി യുദ്ധത്തിൽ പങ്കെടുക്കുന്നു, പിന്നീട് നടക്കുന്ന സംഭവം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ലിജോ ജോസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എൽ ജി പിയുടെ ഒരു ഡയറക്ഷൻ മേക്കിംഗ് രീതി തന്നെ അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പടം എങ്ങനെയാണ് കാണുക ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം എടുത്തു വെച്ചിട്ടുള്ളൂ. കാരണം വ്യത്യസ്തമായിട്ടൊരു മാറ്റമില്ല. കാരണം സാധാരണ ഒരു എൽ ജി പി പടം എങ്ങനെയാണ് ഉണ്ടാവുക അതേ രീതിയിൽ തന്നെയാണ്. ഉദാഹരണം പറച്ച നായകൻ, അതുപോലെ തന്നെ നമ്മുടെ
ആമൻ, പല പല പടങ്ങളും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പടം തൻ്റെ നായകനല്ല, അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കൽ ഡയറക്ഷനിലാണ്. കാരണം ഡയറക്ഷൻ എങ്ങനെയാണ് തൻ്റെ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചെടുക്കുക ഇതിൽ പോലെ. അല്ലാണ്ട് ഒരു മോഹൻലാൽ ചിത്രം പറയാൻ മുണ്ടുമടിക്കുള്ള മീശവരവും കാര്യങ്ങളും മാസും കാര്യങ്ങളൊന്നും ഇതിലില്ല. ഒരു LGP പറഞ്ഞ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുള്ളത്. കാരണം മേക്കിംഗ് രീതി ഒക്കെ വിഷ്വൽ സൈഡ് എല്ലാം തന്നെയായിരുന്നു. പിന്നെ എടുത്തു വരുന്ന നമ്മുടെ പ്രകടനം, അതായത് ഓരോ വ്യക്തികളും മികച്ച തന്നെയാണ് എനിക്ക് പ്രകടനം കണ്ടപ്പോൾ എനിക്ക് കാഴ്ച വെച്ചത്. കാരണം നമ്മുടെ ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അല്ലെങ്കിൽ തന്നെ സൗണ്ട് ട്രാക്ക് ആണെങ്കിലും ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും ബാലബിനായിട്ട് അധികം മാറിക്കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻട്രോ തൊട്ട് തന്നെ ഒരു വലിയൊരു മല്ലൻ അല്ലെങ്കിൽ വലിയൊരു ആചാരഭാവമായിട്ടുള്ളൊരു മനുഷ്യൻ വന്നു നിൽക്കുന്ന പോലെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ വളരെ സെറ്റ് ചെയ്ത് തന്നെയാണ് ഇതിൽ അവതരിപ്പിച്ചുള്ള ഓരോ ഫൈറ്റ് സീനും കൊള്ളാമായിരുന്നു. എനിക്ക് പറയാനുള്ളതിൽ ഇവിടെ വില്ലൻ്റെ നാട്ടിൽ പോയി ഒരു ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു സംഭവം വരുന്നുണ്ട്, കയറൊക്കെ പിടിച്ചിട്ടുള്ള കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവും. അത് ഒരു അന്യായ ഒരു ഫീൽ തന്നെയാണ് സമ്മാനിച്ചത്. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഫൈറ്റ് സീൻ വരുന്നുണ്ട്, ഒരു പറങ്കികളായിട്ടുള്ള അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റർ കണ്ടപ്പോൾ സംഭവിക്കുന്നുണ്ട്. അത് ഗംഭീരമായ ഡിഫറൻറ്റ് മേക്കിംഗ് തന്നെയാണ്. അതിന് കട്ടപ്പിടിക്കാൻ വേണ്ടി BGMഉം അവസാന ഭാഗത്ത് ഒരു അന്യായമായിട്ടുള്ള ഒരു BGM സാധനമൊക്കെ പടച്ചു വിടുന്നുണ്ട്. ഒരു ആക്ഷൻ കിഡിലെ ഒരു ട്രീറ്റ് തന്നെ പറഞ്ഞ പോലെ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. അവസാന ഭാഗം കണ്ടപ്പോൾ സെറ്റപ്പായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടുകളാണെങ്കിലും അത്യാവശ്യം ഇതിൻ്റെ ഒരു ആത്മാവെന്ന് പറഞ്ഞ പോലെ തന്നെ പാട്ടുകൾ എനിക്ക് തോന്നി. ബാക്കിയുള്ള അവതരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹാരിഷ് പിഷാരടി എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി എന്തായാലും അദ്ദേഹത്തിൻ്റെ ചെയ്യാവുന്ന രീതിയിൽ തന്നെ അധികം ഒരുക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ പുലിമുരുകനുള്ള മൂപ്പെന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം കഥാപാത്രമായിട്ടാണ് അദ്ദേഹം ഇതിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. വേറൊരു ഇതിൽ ചിഹ്നം എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പേരായിട്ടൊരു നായിക വരുന്നുണ്ട്. ഇതിൽ നായികയുടെ ഞാൻ നേരത്തെ പറഞ്ഞ സോനാലി, ആ നടിയും അത്യാവശ്യം ഡബ്ബിങ് കൊള്ളാൻ വരുന്നു, വെറുപ്പിച്ചില്ല, ഇതിൽ തന്നെ വർക്കൗട്ട് ആവാൻ സാധിച്ചിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് മയിലിൻ്റെ ഒരു പാട്ട് വരുന്നുണ്ട്. അത് റിപ്പീറ്റ് ആയി കണ്ടപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവിലോട്ട് വരാം. ആ റിപ്പീറ്റ് ആ സോങ് ഭയങ്കര അരാജ്യമായി തോന്നി. പിന്നെ ഭയങ്കര ലാഗായിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം തുടക്കത്തിലെ ഫസ്റ്റ് ഹാഫ് ഇടയ്ക്ക് ഒരു സ്റ്റാർട്ടിങ് ആയി പോയി തോന്നി. പിന്നെ ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ LGP ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ സ്ലോ ആയിരുന്നു. അപ്പോൾ ഓട്ടാണെങ്കിൽ പോലും ആ മെല്ലെ ഓടുന്നു. അതിലൂടെ തന്നെ ആളും സഞ്ചരിക്കാൻ കാളവണ്ടി നീങ്ങാച്ച് മെല്ലെ നീങ്ങുന്നു. കാരണം 2 ദിവസം പിടിക്കുന്നതുകൊണ്ട് കാരണം അതേ വളരെ സ്ലോയിലാണ് എല്ലാ ഫെയിംസും ഒപ്പെടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ LGP പടം തന്നെയാണ്. LGP പടം ഉള്ളത് കൊണ്ട് തന്നെയാണ് മറ്റൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. ഭയങ്കര സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് എന്താ പറയുക വളരെയധികം ഇൻ്റർവെൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വലിയ മാസ് ഇൻ്റർവെൽ ബ്ലോക്ക് എന്നല്ല, സിമ്പിളായിട്ട് ഒരു പറങ്കികളായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്നതായിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവെൽ ബ്ലോഗായിട്ട് കാണിച്ചിട്ടുള്ളത്. അതിന് തൊട്ടുമുമ്പുള്ള സീൻസൊക്കെ ഒരു വളരെ നല്ല വൈബ് തന്നെയായിരുന്നു. ഇതിന് ശേഷം പിന്നീട് അവർ നടക്കുന്ന യുദ്ധമാണ് കാണിച്ചിട്ടുള്ളത്. യുദ്ധം എന്ന് പറയുമ്പോൾ ഏകദേശം ഇത് അവസാനിക്കാൻ വെറും 30 മിനിറ്റുള്ള ടൈം വരെയും ആ യുദ്ധം തന്നെയാണ് തുറന്നു പോകുന്നത് കാണിച്ചിട്ടുള്ളത്. ഞാൻ വെച്ചതിൻ്റെ എൻ്റെ ഇവിടെയാണ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന് അവസാനത്തോട് വീണ്ടും ടിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചു. കാരണം അതിൻ്റെ ക്ലൈമാക്സ് വളർത്തുന്ന അവസാനിപ്പിക്കാൻ പകരം വീണ്ടും പുതിയൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു, കുറച്ച് ഇമോഷൻസ് ഭാഗങ്ങൾ കൊണ്ടുവരുന്നു. പഴയ പണ്ട് പാടമ്പാട്ട് പാടി നടന്നപ്പോൾ ഒരു ചന്തു എന്ന് പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ പഴയൊരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. വേറെ ഐതിഹ്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ തന്നെ പുതിയൊരു കഥാപാത്രത്തിന് വേണ്ടിയുള്ള ബിൽഡപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇതിന് എൻഡ് അവസാനിപ്പിക്കുന്നത്. കാരണം സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ഇത്രയേറെ ഹിൻറ്റുകളെല്ലാം കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവസാനത്തെ ആ കുറച്ച് സീൻസൊക്കെ വേണമായിരുന്നു എന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ നെഗറ്റീവ് എനിക്ക് തോന്നി. തിരക്കഥ തന്നെയാണ് ഒരു വില്ലനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ തന്നെയായിരുന്നു കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നി. പക്ഷേ ഈ ലേഖൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും വളരെയധികം നിരാശ ചില ഭാഗത്തൊക്കെ എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു LGP പടമാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പടം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അഥവാ ഒരു ലാലേട്ടൻ ഫാന് എന്നൊക്കെ നിലയ്ക്കാണ് ചിത്രം കാണുന്നത്. പക്ഷേ ഫാൻസുകാർക്ക് പോലും ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഒരു നടന അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലത്തെ ആ രീതിയിലെല്ലാം ഒരുക്കി വെച്ചിരിക്കും. കാരണം LGP ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടൻ എങ്ങനെയാണോ ആ രീതിയിലാണ് ഇതിൽ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ നമ്മൾ ലാലേട്ടൻ നോക്കിയാൽ കാണുമ്പോൾ ആള് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതല്ല ഒരു മോഹൻലാൽ ഫാൻ പോലെ ഒരു ആർപ്പുവിളിയും കൈയടിക്കുകയാണെങ്കിൽ പോലും തീർച്ചയായും നിരാശയും സമ്മാനിക്കുന്നുണ്ടാവും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആ ബാലബിനെ കുറിച്ച് ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ലിജിയുടെ ഒരു ക്ലാസ് പടം, ഒരു ക്ലാസ് അതിൽ മാസ് സ്ലോ ഒരു പടം കണ്ടപ്പോൾ ഇതിലാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷെ അതായിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായം, ചിലപ്പോൾ അതായിരിക്കാം. എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം മാലവിനെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ പറയുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കാര്യം പരിഗണിക്കുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാത്തിരിക്കുക. ഇതുവരെയും ബൈ ഫ്രണ്ട്സ്.